അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുടിയിൽ ഡൈ തേക്കുന്നതിനെ, കറുപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് കളറുകൾ കൊടുക്കുന്നതിന്റെ ഒരു ഇസ്ലാമിക വീക്ഷണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഹെന്ന അഥവാ മറ്റ് കളറുള്ള നാച്ചുറൽ ഡൈ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ അത് കറുപ്പ് കളർ എന്നുള്ളതല്ല, ഒരു മനുഷ്യന് സാധാരണയായി അദ്ദേഹത്തിന് ഉണ്ടാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ ഉണ്ടാവും മുടിക്ക്. അത് നമ്മൾക്ക് കറുപ്പാണ്. യൂറോപ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കളർ വേറെ ആയിരിക്കാം, ബ്ലോണ്ട് ഹെയർ ആയിരിക്കാം. എന്താണെങ്കിലും അവരുടെ നാച്ചുറൽ, അവർക്ക് ജന്മനാ ലഭിച്ച ഒരു കളറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കളർ തേക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചർച്ച. അപ്പൊ ഹെന്ന അഥവാ മൈലാഞ്ചിയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു റെഡിഷ് ആയിട്ടുള്ള കളർ, ഈ റെഡിഷ് ആയിട്ടുള്ള ഹെന്ന തേക്കുന്നതും അല്ലെങ്കിൽ മറ്റ് നാച്ചുറൽ ഡൈസ് തേക്കുന്നത് സുന്നത്താണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹെന്ന തേക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ സമയത്ത് ആളുകൾ ശക്തരായി കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ശക്തരാണ് എന്ന് ശത്രുവിനെ അറിയിക്കേണ്ടത് ഒരു ബാധ്യതയായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഏത് കളറും തേക്കാം എന്നുള്ളതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി കറുപ്പ് പറ്റുമോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി കറുപ്പ് കളർ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ചർച്ച. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ളത് ചരിത്രത്തിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൻ ഫതഹിന്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ ഉപ്പ അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. അബൂ ഖുഹാഫ മുഴുവൻ അദ്ദേഹത്തിന്റെ താടിയും മുടിയും എല്ലാം വെളുത്ത് അത്രയേറെ വെളുത്ത കളറായി നരച്ചിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വെളുത്ത കളർ മാറ്റുക, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കറുപ്പ് ഒഴിവാക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞ ഈ ഒരു ഹദീസിൽ നിന്നാണ് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം. അത് അഭിപ്രായ വ്യത്യാസം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകൻ ഈ പറഞ്ഞത് കറുപ്പ് ഒഴിവാക്കുക എന്ന് അബൂ ഖുഹാഫയുടെ വിഷയത്തിൽ പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നും, അതല്ല കാരണമില്ല ഇത് അൺകണ്ടീഷണൽ ആണോ, ഈ രണ്ടാലൊരു വ്യാഖ്യാനത്തിലാണ് ഇതിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇത് മക്രൂഹ് ആണെന്നും ഹറാമാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബിൽ ഇത് ഹറാമാണ്, അവർക്ക് തെളിവ് ഈ ഹദീസ് തന്നെ. ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഇത് ഹറാമല്ല, മറിച്ച് ഇതിൽ ഡിസെപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഡിസെപ്ഷൻ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ള പോലത്തെ ഒരു ആധാറോ നാഷണൽ ഐഡിയോ അല്ലെങ്കിൽ ആളുകളുടെ വയസ്സെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് അവർ പറയുന്നതാണ് അവരുടെ പ്രായം. അപ്പൊ അങ്ങനെ അവർ ഡിസെപ്ഷൻ ചെയ്യാം. അഥവാ കറുപ്പ് കളർ കൊടുത്തു കഴിഞ്ഞാൽ പ്രായം കുറച്ച് തോന്നിക്കുമല്ലോ, അങ്ങനെ വയസ്സ് കുറവാണ് എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്താൻ വേറെ മാർഗമൊന്നുമില്ല, അല്ലെങ്കിൽ കണ്ടെത്താൻ എളുപ്പമല്ല എന്ന് പറയാം. ഇന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഡിസെപ്ഷൻ ഇന്ന് വലിയ സാധ്യത ഒന്നുമില്ല. എന്നാലും ഡിസെപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഡിസെപ്ഷൻ സാധ്യത ചെയ്യാൻ കുറവാണ്, പക്ഷേ ഇതോടൊപ്പം തന്നെ പറയേണ്ടതാണ് ഡിസെപ്ഷൻ ഉണ്ടാവരുത് എന്നുള്ളത്. ഇനി മറ്റൊരു മാർഗത്തിൽ ഡിസെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കബളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള നമുക്കറിയില്ല. പക്ഷെ കബളിപ്പിക്കലില്ല എന്നുണ്ടെങ്കിൽ ഈ കറുപ്പ് കൊടുക്കൽ ഹറാമല്ല, മറിച്ച് മക്രൂഹ് ആണ് എന്നുള്ളതാണ് ഭൂരിപക്ഷം മദാഹിബുകളുടെയും അഭിപ്രായം. ഇനി ഹലാലാണ് അഥവാ കറുപ്പ് കൊടുക്കൽ ഹലാലാണെന്ന് കൂടി ഒരു അഭിപ്രായമുണ്ട്. അത് ന്യൂനപക്ഷ അഭിപ്രായമാണ്. അത് ഒരു സഹാബിയുടെ ഫിഅൽ വെച്ചിട്ടാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദിൽ കാണാം, വളരെ സഹീഹ് ആയിക്കൊണ്ട് കാണാൻ പറ്റും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുടെ താടി കറുപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹും കറുപ്പ് കളർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഈ റിപ്പോർട്ടുകൾ പ്രകാരം വളരെ ന്യൂനപക്ഷം പണ്ഡിതന്മാർ ഇത് ഹലാലാണ് എന്നുകൂടി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അലം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.